ഒരു വർഷത്തിന് ശേഷം തിയേറ്ററുകളിലെത്തി ഏറ്റവും പുതിയ ജനപ്രിയ നായകന്റെ സിനിമയാണല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപിന്റെ 150ാമത്തെ സിനിമ കൂടിയായ ദിലീപ് നായകനെത്തിയ വൻ താരനിര ഭാഗമായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ 2ാം ദിവസത്തെ ശനിയാഴ്ച കേരള ട്രാക്കിംഗ് റിപ്പോർട്ട്, ഒപ്പം ആകെ 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടെല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഇന്ന് 2ാം ദിവസം ആദ്യ ദിവസത്തേക്കാൾ കേരളത്തിലെ കളക്ഷൻ വർധന വന്നിരിക്കുന്നു എന്നാണ് ആദ്യം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്നലെ ഇതേ സമയം 50 ലക്ഷത്തിൽ താഴെയാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്നത് 53 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിൻസിന് ആദ്യ ദിവസം കേരളത്തിൽ 1 കോടി ടച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഇന്ന് 2ാം ദിവസം ശനിയാഴ്ച 1 കോടിയിലധികം കേരള ഗ്രോസ് വരുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം. അങ്ങനെയെങ്കിൽ സിനിമയുടെ ആകെ 2 ദിവസത്തെ കേരള ഗ്രോസ് 2 കോടി 10 ലക്ഷം റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. ആദ്യ ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് 96 ലക്ഷമായിരുന്നു. ലിസ്റ്റൺ സ്റ്റീഫൻ ദിലീപ് കോംബോയിൽ ആദ്യമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തോടെ 2 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 3 കോടി കടക്കുമെന്നാണ് നിലവിലെ കളക്ഷൻ ട്രെൻഡ് നോക്കുമ്പോൾ, എസ്റ്റിമേറ്റ് കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. പ്രിൻസിന് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മലയാളം സിനിമകളുടെ ഈ ആഴ്ചയിലെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ പ്രിൻസിന് വളരെ മികച്ച തുടക്കം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെ ഞായറാഴ്ച എത്രത്തോളം കളക്ഷൻ സിനിമ നേടിയെടുക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ പ്രിൻസിന്റെ അടുത്ത ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.